മസാല ബോണ്ട് ഇടപാടിലെ ഇ.ഡി. സമൻസിൽ മറുപടി നൽകിക്കൂടെ എന്ന കിഫ്ബിയോടും ഐസക്കിനോടും ആവർത്തിച്ച് ഹൈക്കോടതി. അതേസമയം കക്ഷികളോട് ആലോചിക്കാനായി അഭിഭാഷകർ സാവകാശവും തേടി. സത്യം പുറത്തു വരാൻ വേണ്ടിയല്ലേ എന്നും കോടതി ചോദിച്ചു. ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, മസാല ബോണ്ട് ഇടപാടിൽ ഇ.ഡി. സമൻസിനെതിരെ കിഫ്ബിയും ഒപ്പം തന്നെ തോമസ് ഐസക്കും നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി വീണ്ടും ഈ സമൻസിന്മേൽ മറുപടി നൽകിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ആവർത്തിച്ച് പറഞ്ഞത്. അറസ്റ്റോ ഭീഷണിപ്പെടുത്തലോ ഒന്നും ഉണ്ടാകില്ലല്ലോ, സമൻസിന് മറുപടി അറിയിക്കുവാനല്ലേ പറയുന്നതെന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പകർത്തുമെന്ന് നേരത്തെ തന്നെ ഇ.ഡി. വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമൻസ് അയച്ചത്. അതിന് മറുപടി നൽകുന്നത് എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യവും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സത്യം പുറത്തു വരുവാൻ വേണ്ടിയല്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു പരാമർശവും അല്ലെങ്കിൽ അത്തരമൊരു നടപടി കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അറസ്റ്റും ഭീഷണിയും ഒന്നും ഉണ്ടാകില്ലെന്ന് കോടതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കക്ഷികളോട് ഇത് സംബന്ധിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിക്കാനായിട്ട് അഭിഭാഷകർ സാവകാശം തേടിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയുടെയും അതോടൊപ്പം തോമസ് ഐസക്കിന്റെയും ഹർജികൾ ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കിഫ്ബി എന്ന് അറിയിച്ചത് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ.ഡി. 2 സമൻസുകളാണ് തങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. ഒരു സമൻസ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. മറ്റൊന്ന് സിഇഒയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നതാണ്. ഇതിൽ സർട്ടിഫൈഡ് കോപ്പി നൽകുവാൻ തയ്യാറാണ്. പക്ഷേ ഈ സിഇഒയോട് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞത് അത് ചോദ്യം ചെയ്യുന്നു എന്നാണ് കിഫ്ബിയുടെ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കക്ഷികളുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും ഹർജിയിൽ ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കുക. എന്തായാലും കക്ഷികൾ താല്പര്യമില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ മെറിറ്റിൽ കേസ് കേൾക്കണമെന്നുള്ള കാര്യം ജയദീപ് ഗുപ്ത തോമസ് ഐസക്കിന് വേണ്ടി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹർജി മുൻവിധിയില്ലാതെ തന്നെ തീരുമാനം എടുക്കാമെന്ന് ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതെന്നും നിയമവിരുദ്ധമായിട്ടും ഏകപക്ഷീയമായിട്ട് അയച്ചിട്ടുള്ള സമൻസ് റദ്ദാക്കണമെന്നുമാണ് തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ആവശ്യം. ഇ.ഡി. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കിഫ്ബിയും തോമസ് ഐസക്കും ഈ ഇ.ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് ഹർജികൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു ഹർജികളും തള്ളണമെന്നുള്ള നിലപാട് തന്നെയാണ് ഇ.ഡി. ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, കിഫ്ബി ഏത് വിധേനയും ഈ അന്വേഷണം നിശ്ചലമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഹൈക്കോടതി മുൻപാകെ ഇ.ഡി. സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. എന്തായാലും ഈ ഹർജികൾ രണ്ടും ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.